ഹലോ മീഡിയോസ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഓഗസ്റ്റ് 2 ഫ്രണ്ട്ഷിപ്പ് ഡേ അല്ലേ? ഫ്രണ്ട്ഷിപ്പ് ഡേ മാത്രമല്ല, പെട്ടെന്ന് എല്ലാ മലയാളികൾക്കും വേറൊരു പ്രത്യേകത കൂടിയുണ്ട് അല്ലേ? ഓഗസ്റ്റ് 2 എന്ന് പറഞ്ഞാൽ ദൃശ്യം സിനിമ ഓർമ്മ വരും. ഓഗസ്റ്റ് 2, 3 അല്ലേ? ഏറ്റവും കൂടുതൽ നമ്മൾ ദൃശ്യത്തിൽ കേട്ടിട്ടുള്ള 2 തീയതികളാണ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ഡേ അല്ലേ? അപ്പോൾ എനിക്ക് എല്ലാ ഫ്രണ്ട്ഷിപ്പ് ഡേയിലും ഞാൻ എന്തെങ്കിലുമൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതിൽ മെയിനായിട്ട് പറയുന്ന ഒരു കാര്യം, എനിക്ക് പുതിയ പുതിയ ഫ്രണ്ട്സിനെ കിട്ടുന്നു എന്നാണ്. അപ്പോൾ അടുത്ത വർഷം നോക്കാം, നമുക്ക് അടുത്ത കുറേ ഫ്രണ്ട്സിനെ കിട്ടുന്നു. അപ്പോൾ സംഭവം ഈ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ വലിയ ഒരു ബോണ്ടിങ് ആണ് ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. കാര്യം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ബോണ്ടിങ് ഒരു റിലേഷനാണ് ശരിക്കും ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. കാര്യം അനന്തമാണ്. ഓരോരുത്തർക്കും കിട്ടുന്ന ഫ്രണ്ട്സ് ഓരോ ഡേയിലാണ്. ചിലപ്പോൾ അടുത്ത ദിവസം ഒരു ഫ്രണ്ട്സിനെ കിട്ടും, അടുത്ത ദിവസം കുറേ ഫ്രണ്ട്സിനെ കിട്ടും. അങ്ങനെ അനന്തമാണ്. നമുക്ക് എണ്ണി തീർക്കാൻ പറ്റാത്തത്ര ഫ്രണ്ട്സാണ് നമ്മുടെ ലൈഫ് ലോങ്ങിൽ നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ ഈ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ലക്കാണ് ഫ്രണ്ട് എന്ന് പറയുന്നത്. അതായത് ബാഡ് ഫ്രണ്ടും ഗുഡ് ഫ്രണ്ടും ഉണ്ട്. അതിൽ ഗുഡ് ഫ്രണ്ടിനെ കിട്ടുക എന്ന് പറഞ്ഞാൽ ചങ്ക് എടുത്ത് തരുന്നതൊക്കെ കേട്ടിട്ടില്ലേ? അങ്ങനത്തെയുള്ള ഫ്രണ്ടിനൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ലക്കാണ്. ബാഡ് ഒരു മനുഷ്യൻ്റെ ലൈഫിലെ വലിയൊരു ഉയർച്ചയ്ക്ക് കാരണം, അല്ലെങ്കിൽ ആളുടെ താഴ്ചയ്ക്ക് കാരണം, അല്ലെങ്കിൽ അവരുടെ കരുത്ത്, അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക രക്ഷപ്പെടൽ, അങ്ങനെ എന്താ പറയുക ഒരുപാട് ലൈഫിലെ തന്നെ പല ഉയർച്ചകളും താഴ്ചകളും, ആ ഒരു കുറേ കാര്യങ്ങൾ എല്ലാത്തിനും കാരണക്കാരായ ഫ്രണ്ട്സ് കൂടെ ഉണ്ടാവും എന്നുള്ളതാണ്. ഫ്രണ്ട്സ് ആയിരിക്കും അതിൻ്റെയൊക്കെ പിന്നിൽ അല്ലേ? ശരിക്കും പറഞ്ഞാൽ ചില ഫ്രണ്ട്സ് കൊണ്ട് നമ്മുടെ ലൈഫിൽ ഭയങ്കര നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. ഈവൻ അറിഞ്ഞുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അറിയാതെ ആയിരിക്കാം. അതും ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്ത് സംഭവിക്കുന്നതായിരിക്കാം. ഇനി ചിലരുടെ വലിയൊരു രക്ഷപ്പെടൽ അല്ലെ, അവരുടെ ലൈഫ് തന്നെ മറിയുന്ന തരത്തിൽ ഉള്ള ഫ്രണ്ട്ഷിപ്പ്, അതും ഫ്രണ്ട്സ് തന്നെ ആയിരിക്കാം അതിൻ്റെ കാരണം. ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നതിന് ഇതുപോലെയാണ്, അനന്തമാണ്. പറഞ്ഞു തീർക്കാൻ പറ്റാത്ത അത്ര വാക്കുകളുണ്ട്, അത്രമാത്രം ബോണ്ടിങ് ഉണ്ട്. അങ്ങനെ ചില ആൾക്കാരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, കുട്ടിക്കാലം മുതലേ കളിച്ച് വളർന്ന് ഒരു സ്കൂളിൽ, ഒരു നഴ്സറിയിൽ പഠിച്ച്, ഒരു സ്കൂളിൽ പഠിച്ച്, ഒരു കോളേജിൽ പഠിച്ച്, ഒരു സ്ഥലത്തൊക്കെ ജോലി, എന്നിട്ട് അവർ ആ ഒരു ജോലിയും കുട്ടിയും കുടുംബവും ഒക്കെ ആയാലും ആ കുഞ്ഞുനാളിലെ എങ്ങനെയാവുന്ന ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കറക്റ്റായിട്ട് നിലനിർത്തി പോകുന്ന ഒരുപാട് പേരുണ്ട്. അതൊക്കെ ഭയങ്കര രസമാണ്, ഒട്ടുക്കത്തെ വൈബാണ് അല്ലേ? അടിപൊളിയാണ്. അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. ഇനി അതെന്നും പോരാഞ്ഞിട്ട് നമുക്ക് ഓരോ ദിവസവും കിട്ടുന്ന ഫ്രണ്ട്സ് ഉണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായിട്ട് കിട്ടുന്ന കുറേ ഫ്രണ്ട്സുകൾ പെട്ടെന്ന് ഒരുപാട്. ഇപ്പോൾ എനിക്ക് എറണാകുളം വന്നിട്ട് ഇത്രയും വർഷം കൊണ്ട് ഒരുപാട് ഫ്രണ്ട്സാണ്. എറണാകുളം ഞാൻ വന്നിറങ്ങുമ്പോൾ എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് എണ്ണി തീർക്കാൻ പറ്റാത്തത്ര ഫ്രണ്ട്സാണ്. ഇപ്പോൾ പുതിയതായിട്ട് പിന്നെയും എനിക്ക് ഫ്രണ്ട്സിനെ കിട്ടിക്കൊണ്ടേയിരിക്കുന്നത്. അതിൻ്റെ ഒരു തെളിവാണ് കേട്ടോ. ഇന്ന് കിട്ടിയ ഒരു ടാഗാണ്, കെട്ടി തന്നതാ. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഇനി നെക്സ്റ്റ് ഇയറിൽ എനിക്ക് എത്ര ഫ്രണ്ട്സിനെ കിട്ടുന്നു എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ ഒരു വർഷം കൊണ്ട് എനിക്ക് കിട്ടിയ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സന്തോഷം ഷെയർ ചെയ്യാൻ പറ്റുന്ന ചിരി, തമാശ, ലൈഫിൽ തന്നെ ഒരു എൻജോയ് എന്ന് പറയുന്നത് ഈ ഒരു ഫ്രണ്ട്ഷിപ്പിനകത്ത് കിടപ്പുണ്ട്. നമ്മുടെ സന്തോഷം നമ്മളെല്ലാം മറന്ന് സന്തോഷിക്കുന്നതാണ്. അതെ, അപ്പം ആയിക്കോട്ടെ, എല്ലാവർക്കും ഒരു ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ. അപ്പോൾ നെക്സ്റ്റ് ഫ്രണ്ട്ഷിപ്പ് ഡേക്കും ഞാൻ വരും. എൻ്റെ എല്ലാ ഫ്രണ്ട്സിനെയും നിങ്ങൾക്ക് ഷെയർ. ഇപ്പോൾ കിട്ടുമ്പോൾ വീഡിയോയിൽ കറക്റ്റ് വീണ്ടും ഫ്രണ്ട്സിനെ കിട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ശരി, ടാറ്റ.